സാറേ, ഈ ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാർ ശരിക്കും വെട്ടിലാവുകയല്ലേ? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് ജനത്തിന് ഇതിനോടകം തന്നെ അറിയാം. എന്നാലും ഇപ്പോൾ നാളെ സുപ്രീം കോടതിയിൽ ഈ കേസ് വീണ്ടും വരുമ്പോൾ സാറും ഇപ്പോൾ ഞാനും കുറച്ചു മുമ്പ് ചില സംഭാഷണ ശകലങ്ങൾ പലരുടെയും കേട്ടു. അതിൽ A. വിജയരാഘവൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം, P. രാജീവ് എന്ന മന്ത്രി, എന്തിന് മുഖ്യമന്ത്രി വരെ കൺക്ലൂഷനിലേക്ക് പോയിട്ടുണ്ട്. സാർ, നാളെ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകില്ല. വോട്ട് പെട്ടിയിൽ വീഴാൻ CPM ഇനി എന്ത് അളവായിരിക്കും ഇതിൽ കാണിക്കാൻ പോകും? ശരിക്കും നാളെ തീരുമാനം ഉണ്ടാകത്തില്ല ജയപ്രകാശ്. നാളെ ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് നാളെ 44ാമത്തെ ഐറ്റമായിട്ടോ മറ്റോ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിന് പ്രയോറിറ്റി കിട്ടിയിട്ട് അത് പിന്നെ കുറച്ചുകൂടെ ഉയർന്ന ഇതിലേക്ക് വരാം, ഉയർന്ന നമ്പറിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ആദ്യം വിളിക്കാം. അപ്പൊ ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഇത് 1ാം നമ്പർ കേസായിട്ട് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 11 മണിയോടുകൂടി തന്നെ കേസ് വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നാളെ കേസ് വിളിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇതിനകത്തിന് പിന്നെ 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ 9 അംഗങ്ങൾ കേൾക്കണം. അവരുള്ള ആ ബെഞ്ചായിരിക്കും ഇനി കേസിനകത്ത് വാദം കേൾക്കാനും മറ്റും പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്ന നാളെ പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് നടത്താൻ പോകുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള 5 അംഗ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ സർക്കാർ ഇതുവരെ അപ്പീലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിന്റെ ഒരു തൽക്കാലം സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ കേസ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഒരു പക്ഷെങ്കില് കുറച്ചുകൂടെ ഒക്കെ അവധി ചോദിക്കാനാണ് സാധ്യത കേരള സർക്കാർ ഇന്നത്തെ സാഹചര്യത്തില്. അതാണ് മുമ്പ് അയ്യപ്പദാസ് സൂചിപ്പിച്ചത്. നമ്മളെ സർക്കാർ ശരിക്കും ചെകുത്താനും കടലിലും ഇടയിൽപ്പെട്ട് എന്നൊക്കെ നമ്മൾ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഇതിനെ പഠിച്ചിട്ടുണ്ട്. ചെകുത്താനും കടലും, നമ്മുടെ കടലും ചെകുത്താനെയും ഒന്നും കാണാത്ത കാലത്ത് പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം നമുക്കന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. ശരിക്കും അതിന്റെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴേ സംസ്ഥാന സർക്കാർ പെട്ടുകിടക്കുന്നത്, അല്ലെ ഇടതുമുന്നണി പെട്ടുകിടക്കുന്നത്. എന്തു പറയും എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോ നാളെ പറയേണ്ടി വന്നില്ലെങ്കിലും എന്തായാലും ഈ കേസ് വിളിക്കും. ഒരു വലിയ താമസമില്ലാതെ കേസ് എടുക്കും. ഇപ്പൊ ഈ മാർച്ച് 15 ഒക്കെ അല്ലെങ്കിൽ അടുത്ത സിറ്റിങ്ങിലോ 2ാമത്തെ സിറ്റിങ്ങിലോ കേസിന്റെ വിചാരണയും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. മാർച്ചിന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കുക. മാർച്ച് എന്ന് പറയാൻ തെരഞ്ഞെടുപ്പാണ്, അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥ, പ്രചരണമൊക്കെ മൂർധന്യാവസ്ഥ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ കേസ് വന്നാലത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഒരു വലിയ വെട്ടെന്ന് പറയുന്നത് അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അവർ മുമ്പ് തന്നെ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. മുമ്പ് തന്നെ വന്ന ഈ 5 അംഗ ബെഞ്ചിന്റെ വിധി വന്ന സമയത്ത് ഇവരൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്നുള്ള നിലപാടിനെ അവർ അനുകൂലിക്കുകയാണ് ചെയ്തത്. അന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു, ജെൻഡർ ഇക്വാളിറ്റിയുടെ പ്രശ്നം, അതായത് ലിംഗസമത്വത്തിന്റെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലേക്ക് യുവതികൾ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. യുവാക്കൾക്ക് പോകാമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ പുരുഷന്മാർക്ക് എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് പോകാമെങ്കിൽ യുവതികൾക്ക് മാത്രം എന്തുകൊണ്ട് നിയന്ത്രണം? അത് 10 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള യുവതികൾക്ക് എന്തുകൊണ്ട് നിയന്ത്രണം വരുന്നു? അത് ജെൻഡർ ഇക്വാളിറ്റിക്ക് എതിരല്ലേ എന്നാണ് ചോദ്യം വന്നത്. ചോദ്യം വന്നപ്പോഴേ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് അക്കാര്യത്തിൽ എതിർപ്പ് അഭിപ്രായം ആ ബെഞ്ചിൽ നിന്ന് രേഖപ്പെടുത്തിയത്. അവര് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത് അത് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് 10നും 50നും ഇടയിൽ ഉള്ള യുവതികൾ ചെല്ലരുത്, സ്ത്രീകൾ ചെല്ലരുത്. അതാണ് അവിടുത്തെ വിശ്വാസം, അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞു. പക്ഷെ മറ്റ് ബെഞ്ചിലുള്ള മറ്റ് ജഡ്ജിമാരെല്ലാം അതിനെ മറ്റ് 3 പേര് അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അനുകൂലിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ആ വിധി സുപ്രീം കോടതി അത് ഉത്തരവായിട്ട് പുറത്ത് വന്നു. പറഞ്ഞപ്പോ വേണമെങ്കിൽ പോകാം, അത്രേ പറഞ്ഞോളൂ കേട്ടോ. അന്നും സുപ്രീം കോടതി പറഞ്ഞത് ഏതെങ്കിലും യുവതികൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശബരിമലയിൽ പോകാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ വിധിയെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ചു. നമ്മുടെ അന്നത്തെ ഇടതുമുന്നണി സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ വിധിയെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്നത് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ഇതാ പറഞ്ഞിരിക്കുന്നു, യുവതികളെ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാം, അതുകൊണ്ട് ഞങ്ങൾ അതിന് ശ്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രഖ്യാപനം ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടുത്തെ യുവതികളോടും സംഘടനകളോടും ഒക്കെ ആവശ്യപ്പെട്ടിരുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ശബരിമലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, ഞങ്ങൾ സർക്കാർ എന്റെ സംരക്ഷണം തരാം എന്നൊക്കെ. കാരണം ആ സമയത്ത് ചില പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആരംഭിച്ചു. ഹിന്ദു സംഘടനകൾ പറഞ്ഞു ഒരു കാരണവശാലും യുവതികളെ ഞങ്ങൾ ശബരിമലയിൽ കയറ്റുകയില്ല.
അതോടൊപ്പം തന്നെ അവരും അക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിരുന്നു. ഒരു യുവതിയും വരികയില്ലെന്നൊരു നിലപാട് അവരെടുത്തിരുന്നു. അത് ശരിയായിരുന്നു കേട്ടോ, അത് ശരിയായിരുന്നു. സ്വമേധയാ ഒരു യുവതി പോലും, കേരളത്തിലെ ഒരു യുവതി പോലും അതിന് തയ്യാറായി വന്നില്ല. ആദ്യഘട്ടങ്ങളിൽ അവർ വന്നില്ല, ആരും തയ്യാറായില്ല. ഒരുപാട് സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടിട്ടും ആരും തയ്യാറായില്ല. അവസാനം CPM-ന്റെ ഭാഗത്തു നിന്ന് ചില ഭീഷണി പോലും ഉണ്ടായി. നിങ്ങൾ ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സഖാക്കളെ, അല്ലെ, ഞങ്ങളുടെ സ്ത്രീകളായ സഖാക്കളെ ഞങ്ങൾ ശബരിമലയിൽ കൊണ്ടുവന്ന് കയറ്റുമെന്നും ഒക്കെ ചില SFI DYFI പാർട്ടി സഖാക്കളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യുവതികളൊന്നും വരാതിരുന്ന സമയത്ത് ഈ വിധി എങ്ങനെയെങ്കിലും നടപ്പാക്കണം, അതായിരുന്നു അന്നത്തെ സർക്കാരിന്റെ വാശി. എങ്ങനെയെങ്കിലും ഇത് നടപ്പാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പറഞ്ഞില്ലേ, നവോത്ഥാന സമിതി എന്ന് വേണ്ട, സ്ത്രീകൾക്ക് മനുഷ്യച്ചങ്ങല തീർക്കുക, അങ്ങനെ അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം സർക്കാർ ഇക്കാര്യത്തിൽ അങ്ങ് ആരംഭിച്ച ശേഷമാണ് ഈ പറഞ്ഞതുപോലെ 2 യുവതികളെ ആദ്യം ശ്രമിച്ചത് മനീതി സംഘം എന്ന് പറയുന്ന ചെന്നൈയിൽ നിന്നൊരു തീവ്രവാദി ഗ്രൂപ്പിനെ കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു. അവർക്ക് ചെന്നൈ മുതൽ കേരളം വരെയുള്ള എല്ലാ സംരക്ഷണവും കൊടുത്തിട്ട് അവർക്ക് പോലീസ് സഹായത്തോടു കൂടി മനീതി സംഘത്തെ പമ്പയിൽ വരെ കൊണ്ടുവന്നു. പമ്പയിൽ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരാനൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ പരാജയപ്പെട്ടു പോയി. അപ്പൊ ആ സമയത്ത് വലിയ പ്രക്ഷോഭം, RSS BJP ഹിന്ദു സംഘടനകളുടെ അതിശക്തമായ പ്രക്ഷോഭം, ലാത്തി ചാർജ്, പോലീസ് മർദ്ദനം എന്ന് വേണ്ട വലിയ പ്രശ്നങ്ങളായിരുന്നു. പമ്പയിൽ നിന്ന് നമുക്ക് ആ സമയത്തൊന്നും ചെല്ലാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അത്ര വലിയ സംഘർഷാവസ്ഥയായിരുന്നു പമ്പയിൽ. അതിനിടയിൽ ഈ മനീതി സംഘം കയറി വരുന്നു. പക്ഷേ മനീതി സംഘത്തിനും തിരിച്ചു പോകേണ്ടി വന്നു. പിന്നീട് എന്ത് വന്നാലും ഇത് നടപ്പാക്കണം, യുവതികളെ കൊണ്ടുപോകണമെന്നുള്ള അന്നത്തെ പിണറായി വിജയന്റെ സർക്കാരിന്റെ വാശിയാണ് അവസാനം ഇരുട്ടിന്റെ മറവിലാണ്, പാതിരാത്രിക്ക് ആൺവേഷമോ ഒക്കെ കെട്ടിച്ച് പോലീസിന്റെ യൂണിഫോമും പടച്ചട്ടയൊക്കെ ഇടിച്ചിട്ടാണ് 2 സ്ത്രീകളെ രഹന ഫാത്തിമ, ബിന്ദുവാമണി ഇവരെയൊക്കെ ഈ കനകദുർഗയൊക്കെ അവിടെ കൊണ്ടുപോയി 2 പേരെ കയറ്റി. 2 പേരെ അവർക്ക് കയറ്റാൻ പറ്റി. അത് പോലീസാണ് ADGPയും DIJയും റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് ആമ്പുകളിൽ നിന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ത്രീകളെ ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുപോകുന്നതിന്, അതായത് ശബരിമലയിലെ അന്ന് വരെ നിലനിന്ന ആചാരം ലംഘിക്കുന്നതിന് സംസ്ഥാന പോലീസിന്റെ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു. അതിൽ പിന്നെ ഒരാൾ സന്നിധാനത്ത് നിന്ന് കരയുന്നത് നമ്മൾ കണ്ടു, അല്ലേ? SP കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നെ സന്നിധാനത്ത് നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ട് കൊണ്ടുവന്ന് കയറ്റുകയായിരുന്നു അവിടെ ചെയ്തത്. അതിന്റെ ഫലം അനുഭവിച്ചു, സർക്കാർ അനുഭവിച്ചില്ലേ? 2019 നടന്ന പിന്നീട് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഒരൊറ്റ സീറ്റിലാണ്, 20 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടും ഒരൊറ്റ സീറ്റിലാണ് അന്ന് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDFന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പൊ കേരളത്തിന്റെ മനസ്സെവിടെയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ്, പിന്നെ അയ്യപ്പന് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല, LDFന് ഒരു സമാധാനം കൊടുത്തിട്ടില്ല. പ്രളയം വരുന്നു, കോവിഡ് വരുന്നു, എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായി. ആ സമയത്തൊന്നും സർക്കാരിന് പോലും അങ്ങോട്ട് ഫണ്ടെടുത്ത് കൊടുക്കേണ്ടി വന്നു. ശബരിമലയിലൊന്നും ആരുമില്ലാത്തൊരവസ്ഥ വന്നു. പിന്നീട് രണ്ടാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വേറൊരു സാഹചര്യമായിരുന്നു. അന്ന് കിറ്റും കോവിഡ് ഒക്കെ ആയിരുന്നത് കൊണ്ട് കിറ്റും അങ്ങനത്തെയുള്ള പ്രചരണങ്ങളിൽ കൂടെ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അങ്ങനെയാണ് ഇപ്പൊ അവസാനത്തെ മന്ത്രിസഭ 21 തെരഞ്ഞെടുപ്പിൽ മന്ത്രിസഭ. അതെ സാർ, അതെ. അപ്പോൾ സാർ, നമ്മുടെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ തുടക്കത്തിൽ ചോദിച്ച പോലെ ഈ ഒരു അവസ്ഥയിൽ സാർ പറയുന്നത് മാർച്ച് 15 ഇനി അടുത്ത നാളെ ഇപ്പോൾ 9 അംഗ ബെഞ്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവില്ല, സമയം ചോദിക്കും, തീരുമാനം അറിയിക്കാമെന്ന് പറയും. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടാവില്ല. ആ സമയം ആകുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഈ സർക്കാർ രക്ഷപ്പെടില്ലേ? കാര്യം ഇവരെ സംബന്ധിച്ച് ഇവർക്കിപ്പോൾ വോട്ട് പെട്ടിയിലാകണം. കാര്യം ഇവരുടെ സ്വഭാവം എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ള നമ്പറായിരുന്നു. അത് കള്ളമാണെന്ന് ശബരിമല ശ്രീധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ഉള്ളതൊരു ശക്തിയാണ് എന്ന് അറിയിക്കുന്നതാണ് അടപടലം പൊളിഞ്ഞത്. അപ്പോൾ അത് അടപടലം പൊളിഞ്ഞു, സർവ്വകള്ളവും വെളിയിൽ വന്നു. ഇനി വോട്ട് പെട്ടിയിലാവണം. അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഇപ്പോഴും ആകെ ഇവർ, കാര്യം 2006 VS സർക്കാരാണ് ഇവർ നവോത്ഥാനം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇടയ്ക്ക് 11 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് വന്ന് അദ്ദേഹം ആചാരത്തിനെ അദ്ദേഹം മുറുകെ പിടിച്ചു. വീണ്ടും നവോത്ഥാന നായകൻ വന്നു, അദ്ദേഹം ഇതിനെ സാറി പറഞ്ഞ ചരിത്രം തന്നെയാണ് ഞാനും പറയുന്നത്. സാർ, വോട്ട് പെട്ടിയിലാകാൻ ഈ പറയുന്ന ബുദ്ധിജീവി രാജീവിനെ പോലെയുള്ള ബുദ്ധിജീവികൾ പറയുന്നു ഇപ്പോൾ 9 അംഗ ബെഞ്ചാണ്, അത് എടുക്കും മുമ്പേ എങ്ങനെ പറയും? സാർ, ഇത് ശേഷം പെട്ടിയിലായിക്കഴിഞ്ഞിട്ട് സ്വഭാവം മാറാൻ ഇനി ഇവരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ മാർച്ച് 15 എന്ന് പറയുന്ന ദിവസം എന്ന് പറയുന്ന ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിയൂലേ സാർ? ഇലക്ഷൻ കഴിയില്ല. അപ്പോൾ ഒരു സർക്കാരിന് യാതൊരു ഇതുമില്ലല്ലോ. അപ്പോൾ ഇവർ രക്ഷപ്പെടുവോ സാർ? വീണ്ടും ഉരുണ്ട് കളിച്ച് അവർ രക്ഷപ്പെടുവോ? ജനത്തിന്റെ മുന്നിൽ ഇവർ വീണ്ടും രക്ഷപ്പെടാനാണ് ഈ മാർച്ച് പകുതിക്ക് കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ആ സമയത്ത് പറയാമെന്നാണ്. നിയമമന്ത്രിയാണ്, രാജീവ് നിയമമന്ത്രിയും കൂടാണ്. രാജീവ് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്, തീർച്ചയായിട്ടും അക്ഷാർത്ഥത്തിൽ ഉരുണ്ട് കളിക്കുകയാണ്. അത് അന്നേരം പറഞ്ഞാൽ തീർച്ചയായിട്ടും പോരായോ? അല്ലെങ്കിൽ പുഴ കടക്കുന്നതിന് ഇപ്പോഴേ ഇവിടുന്ന് എന്തിനാ പിന്നെ ഉടുവസ്ത്രം പൊക്കി അതെ പിടിക്കുന്നതൊക്കെയുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെ അതെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇപ്പൊ പറയാൻ സർക്കാരിനില്ല. അതായത് ഇവർക്ക് ഗവൺമെന്റിന് ആർക്കും കഴിയില്ല. എ വിജയരാഘവൻ സാർ ഒന്ന് പറഞ്ഞോട്ടെ സാർ, സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ, എ വിജയരാഘവന്റെ സംസാരം സാർ ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ ഒരുതരം വൃത്തികെട്ട വർത്താനം പറയുന്ന ആളാണ് എ വിജയരാഘവൻ. അദ്ദേഹം സംസാരിച്ച സാർ ശ്രദ്ധിച്ചോ? പറയൂ സാർ, എന്തൊരു മര്യാദയാണ് സാർ അദ്ദേഹത്തിന്. അല്ല, ഇവരുടെയൊക്കെ സംസാരങ്ങൾ അങ്ങനെയാണ്. പല യുവതികളെ കുറിച്ചുള്ള വിജയരാഘവന്റെ പല പരാമർശങ്ങളും വളരെ ദുശ്സൂചനകളുള്ളതാണ്. അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും പരാമർശങ്ങൾ സാർ, പറഞ്ഞ തീർച്ചയായിട്ടും പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സമിതിയിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു പരാമർശമൊക്കെ വന്നത് ശ്രദ്ധിച്ചിരുന്നില്ല അയ്യപ്പദാസ്. അപ്പൊ അവർ അത്തരം ചില എനിക്കറിയാം സാർ, അത് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സാർ സംസാരിക്കുന്നത്. ഇപ്പൊ എന്ത് പൊളൈറ്റ് ആണ് സാർ ഇവരൊക്കെ, എന്ത് പൊളൈറ്റ് ആണ് ഇവരൊക്കെ. ഇവരൊക്കെ ഈ ഉന്നതരായ നേതാക്കന്മാരാണ്, അല്ലെ? പാർട്ടിയുടെ പരമോന്നത സമിതി ഇരിക്കുന്നത് പറഞ്ഞാൽ ഉന്നതരായ നേതാക്കന്മാരാണ്. ഇവര് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത, അതിന്റെ അന്തസ് അക്കാര്യത്തിൽ പാലിക്കണം. അവരിൽ നിന്ന് അത്തരം വാചകങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ വീണ്ടും ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് എന്ത് പറയും, എന്ത് പറയും? അവർക്കൊന്നും പറയാനില്ല. അനുകൂലിച്ചും പറയാൻ ആദ്യം കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുക എന്ന് പറയാന്നുള്ളത് ബുദ്ധിമുട്ടാവും സർക്കാരിനെ സമയം. കാരണം അപ്പുറത്ത് വലിയ സംഘത്തെ അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഇതിനെ അല്ലെങ്കിൽ യുവതികളെ കയറ്റണമെന്ന് പറയുന്ന കുറെ സംഘങ്ങൾ ആളുകളെ അവർ അന്നത്തെ കാലത്ത് തയ്യാറാക്കി. അതല്ലേ നവോത്ഥാന സമിതിയും അതേപോലെ തന്നെ അന്ന് പിന്നെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവരെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. എല്ലാം മറ്റേ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിൻ്റെയൊക്കെ മുൻപറിയിൽ നിന്നത്. അവരോടൊക്കെ ഇനി എന്ത് സമാധാനം പറയും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശരിക്കും സർക്കാർ നമ്മൾ ചെകുത്താനും കടലിലും ഇടയ്ക്കാണ്. ഇനി ഇതിനെ ഞങ്ങളുടെ സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് പറയാൻ പറ്റുമോ? അവിടെയും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെങ്കില് ഈ ക്രമസമാധാനം ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾ അന്ന് ആദ്യഘട്ടത്തിൽ ഇതിനെ അനുകൂലിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ യുവതികളെ ഉത്തരവ് നടപ്പാക്കി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കേരളത്തില് സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന നിലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് കേസും വഴക്കും ഉണ്ടായി. സമാധാന അന്തരീക്ഷം തകർന്നതുകൊണ്ട് ഈ ഞങ്ങള് ഇത്തരം കാര്യങ്ങളിൽ ഒന്നുകൂടെ ആലോചിച്ച ശേഷം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് വിശ്വാസം വിട്ടുകൊടുക്കാം, അവരുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചോട്ടെ. നിർബന്ധിച്ച് ഒരു യുവതിയെയും ഇനി ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാകത്തില്ല എന്നൊരു അഫിഡവിറ്റിൽ കറക്ഷൻ എങ്കിലും വേണ്ടിവരും. അത് തീർച്ചയായിട്ടും വേണ്ടിവരും. ഗവൺമെന്റ് എന്തായാലും എന്തെങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അല്ലാതെ എങ്ങോട്ടുമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ സമത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് എന്തെങ്കിലും അവരുടേതായ ഒരു അഭിപ്രായം ഇതിനകത്ത് കോടതി ചോദിക്കും. ഇതിപ്പോ ഇന്നോ നാളെ ചോദിക്കണമെന്നില്ല അയ്യപ്പദാസ്. ആ സമയമാണ് സർക്കാർ ഇപ്പൊ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞ റിലാക്സ് ചെയ്യാൻ ഒരു സമയം കിട്ടും. അതായത് ഏപ്രിൽ എങ്ങനെങ്കിലും ഒന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കിട്ടിയാൽ മതി. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കിട്ടുന്നത് വരെ ഉള്ള പീരീഡ്, അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനിടയിൽ ഒന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും വരാതെ എങ്ങനെയെങ്കിലും പരമാവധി കേസ് നീട്ടിക്കൊണ്ടു പോകാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ എത്ര കണ്ട് നീട്ടാൻ പറ്റുമെന്നുള്ളത് വേറൊരു വിഷയം. എന്താണെങ്കിലും ഒരു സ്റ്റാൻഡ് ഗവൺമെന്റിന് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് പറയുന്നത്, ഇതിനകത്തില് ഞങ്ങൾ വിശ്വാസികൾക്കെതിരല്ല, പക്ഷെ ജനാധിപത്യ ക്രമങ്ങൾ നിലനിൽക്കണമെന്നാണ് പറയുന്നത്. എന്താ ജനാധിപത്യ ക്രമം? ജനാധിപത്യ ക്രമത്തിൽ എല്ലാവർക്കും അവകാശമില്ലേ? ഇവിടെ വിശ്വാസിക്കും ജീവിക്കാം, അവിശ്വാസിക്കും ജീവിക്കാം. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇത്തരത്തില് പക്ഷെ അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി സർക്കാരിന് മുന്നോട്ട് പോകാനൊക്കത്തില്ല. പക്ഷേ NSS പോലെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പരസ്യമായിട്ട് ഉള്ള അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ NSSനോട് പറഞ്ഞിരുന്നത് ആഗോള അയ്യപ്പ സംഗമം, മുമ്പേ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം, അതും നടത്തിയിട്ട് ആകപ്പാടെ സർവത്ര പ്രശ്നത്തിലായല്ലോ. ശബരിമലയിലെ കൊള്ള ഒരു വശത്തൂടെ നിൽക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് ആഗോള അയ്യപ്പ സംഗമം വരുന്നത്. അത് ഇതിനെക്കാട്ടും വലിയ തലവേദനയായിട്ട് സർക്കാരിന് മാറിയിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ടുകളും മറ്റും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അറിയാമല്ലോ. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിനിടയിലാണ് അന്ന് NSSനെ വശത്താക്കിയിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSനെ അവിടെ പങ്കെടുപ്പിച്ചിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറിയോടൊപ്പം NSSന്റെ വൈസ് പ്രസിഡന്റും പങ്കെടുത്തിരുന്ന ആ യോഗത്തിൽ വെച്ച്. അപ്പൊ NSSനോട് കൊടുത്ത വാഗ്ദാനം ഇന്നതായിരുന്നു എന്ന് ഇപ്പൊ ജനറൽ സെക്രട്ടറി ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ. NSSനോട് പറഞ്ഞത് ഞങ്ങള് സത്യവാങ്മൂലം തിരുത്താമെന്ന് പറയുന്നില്ല, പക്ഷെ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ, യുവതികളെ നിർബന്ധമായിട്ട് ശബരിമലയിൽ കൊണ്ടുപോകുന്ന ഏർപ്പാട് ഞങ്ങൾ നിർത്താം എന്നുള്ളത് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ NSSനോട് ഔദ്യോഗിക നേതൃത്വത്തോട് അത്തരം സൂചനകൾ കൊടുത്തിരുന്നു എന്നാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചതും അതിനകത്ത് പങ്കെടുത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ എതിർപ്പ് വരും.
അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിന് എന്തെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കണം. ഇക്കാര്യത്തിൽ എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഇതിനെ എതിർക്കുമോ അതോ അനുകൂലിക്കുമോ? അത്തരം കാര്യങ്ങൾ ഒരു നിലപാട് എടുക്കേണ്ടി വരും. ആ നിലപാടില്ലായ്മയും കൊണ്ട് അധികം കാലം മുമ്പോട്ട് പോകാനൊക്കത്തില്ല. പക്ഷെ അത് വോട്ടിനെ അപ്പൊ നമ്മൾ ഇതിന്റെ ചുരുക്കെഴുത്തിലേക്ക് വരുമ്പോഴേ സാർ നമുക്കിത് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സാർ, ഈ മാർച്ച് 15 ഒരിക്കൽ കൂടെ എടുക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോഴും സർക്കാർ ഒരു നീട്ടിവെക്കൽ ആവശ്യം, സാർ പറഞ്ഞ ഈ റിലാക്സേഷൻ ആവശ്യപ്പെടും, റിലാക്സ് ചെയ്യണം എന്ന രീതിയിൽ അത് ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റു വാചകം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമോ? അപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പാവും, ഇവർക്ക് രക്ഷപ്പെടാം എന്നൊരു തോന്നൽ. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആ ഒരു ചോദ്യത്തിന് ഇവർക്ക് അത് ജനങ്ങളിൽ നിന്ന് വോട്ട് നേടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളൂ. അങ്ങനെ പറ്റുള്ളൂ കാരണം ഇനി 3ാം ടേം അവർ ആഗ്രഹിക്കുകയാണ്. അവരൊരു 3ാമത്തെ ടേം ആഗ്രഹിക്കുന്നു. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? ഇത്തരമുള്ള വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർച്ച് 15 ഞാൻ പറഞ്ഞ ടെൻഡേറ്റീവ് ആയിട്ട് ഇത് മാർച്ച് പകുതിക്ക്, ഇപ്പം ഫെബ്രുവരി പകുതിക്കാണ് കേസ് വിളിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് മാർച്ച് 15 ആയിരിക്കും ഒരു അവധി ചോദിക്കാം, 1-2 അവധി സർക്കാരിന് ചോദിക്കാം, അവധിയിലേക്ക് വരാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് എങ്ങനെങ്കിലും ഒന്ന് ഇലക്ഷൻ കഴിഞ്ഞ് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇലക്ഷൻ ഒരു മാർച്ച് അവസാനത്തോടെ പ്രഖ്യാപിക്കും അല്ലേ സാർ? ഇലക്ഷൻ ഒരു മാർച്ച് അവസാനത്തോടെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മാർച്ച് അവസാനത്തോടെ. അല്ല, ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, ഏപ്രിൽ ആദ്യ 10-ാം തീയതിക്ക് മുമ്പായിട്ട് കേരളത്തിൽ ഇലക്ഷൻ നടക്കുമെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ഫേസിൽ തന്നെ കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടാകാം. തമിഴ്നാടിനൊപ്പം കേരളവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു ഫസ്റ്റ് വീക്ക്, ഒരു 10-12 മുമ്പായിട്ട് കേരളത്തിൽ ഇലക്ഷൻ വരാം. അങ്ങനെ വരുമ്പോഴേ മാർച്ച് 11 പറഞ്ഞ ക്രൂഷ്യലായ സമയമാണ്. മാർച്ച് പകുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിർണായകമായ സമയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ഒക്കെ വന്ന് ക്യാമ്പയിൻ വളരെ മുറുകുന്ന സമയമാണ്. ആ സമയത്താണ് കേസിന്റെ പിന്നെ 2ാമത്തെ ഒരു പക്ഷെങ്കിൽ നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആദ്യത്തെ അവധി എന്ന് പറയുന്ന അന്നേരമായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും സർക്കാരിന്റെ ബുദ്ധിമുട്ടാവും. ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പറ്റില്ല. പിന്നെ ഒരു അവധിയുടെ ചോദിക്കാനേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി വരുന്ന കേസുകളാകുമ്പോൾ ചിലപ്പോൾ 1 മാസം 2 മാസത്തെയൊക്കെ പിന്നെ ആ കേസ് നീട്ടിവെക്കുന്ന സമയം കിട്ടും. കേസ് നീട്ടിവെക്കാൻ അത്രയും സമയത്തേക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ മെയ്യിലേക്ക്, മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഏപ്രിലോ ഒടുവിലേക്കോ മെയ്യിലേക്കോ ഒക്കെ വരികയാണെങ്കിൽ അപ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞ് കിട്ടുമല്ലോ. സർക്കാർ രൂപീകരിക്കും. തടി തപ്പും എന്നാണ് ചുരുക്കം അല്ലേ സാർ? തടി തപ്പാൻ ശ്രമിക്കും, അത്രയാണ്. തടി തപ്പാൻ ശ്രമിക്കും അല്ലേ സാർ? തടിതപ്പാനുള്ള ശ്രമമാണ്. എങ്ങനെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഈ രാജീവിന്റെ, നിയമമന്ത്രിയുടെയും പിന്നെ MP ഒക്കെ പ്രസ്താവന കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം തന്നെയാണ്. എങ്ങനെങ്കിലും ഒന്ന് എല്ലാവരും പറയാം കഴിച്ചിലാക്കി എടുക്കുക എന്നുള്ളൊരു കഴിച്ചിലാക്കി എടുക്കുക. അതെ അതെ. ഏതായാലും സാർ, നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയാണ്, സമയമെടുക്കും, ചെറുതായി ഒന്ന് കാത്തിരിക്കാം. ഏതായാലും കൗതുകം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സാർ. തുടർന്നും മറ്റു വിഷയമായി നമുക്കിരിക്കാം. താങ്ക് യു സാർ.